അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കരയുമ്പോ ആ കണ്ണീരിന് വിലയുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ കരച്ചിലിന്റെ ഒന്നാമത്തെ സമയം എപ്പോഴെന്നറിയോ? യാ അല്ലാഹ്, പരിശുദ്ധമായ സുബഹിക്ക് മുമ്പ് നമ്മൾ ഒരു 5 മിനിറ്റ് മുമ്പ് എഴുന്നേൽക്കുമ്പോ ആ ഒരു 5 മിനിറ്റ് സമയത്ത് അല്ലാഹുവേ നിറഞ്ഞ മനസ്സോടെ നമ്മൾ പടച്ച തമ്പുരാന്റെ മുമ്പിൽ അങ്ങ് കരങ്ങൾ നീട്ടുകയാണ്. ആ കരങ്ങൾ നീട്ടിയിട്ട് നമ്മൾ പറയുന്ന 2 ഇസ്മുകളാ, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. നിറഞ്ഞ കണ്ണുകളോടെ, വേദനയോടെ, വിഷമത്തോടെ അല്ലാഹുവേ നമ്മൾ 2 കരങ്ങളും അല്ലാഹുവിലേക്ക് അങ്ങ് നീട്ടിയാൽ അല്ലാഹു നമ്മളെ തട്ടിക്കളയൂല്ല, അല്ലാഹു നമ്മളെ സങ്കടപ്പെടുത്തൂല്ല. അല്ലാഹുവിന്റെ കാരുണ്യം നമ്മളിലേക്ക് ചൊരിയുകയാണ്, അല്ലാഹുവിന്റെ സന്തോഷം നമ്മളിലേക്ക് അങ്ങ് ചൊരിയുകയാണ്. പ്രിയമുള്ളവരെ, പാതിരാത്രിയിൽ എഴുന്നേക്കാൻ കഴിഞ്ഞില്ല, സുബഹിക്ക് മുമ്പുള്ള ഒരു 5 മിനിറ്റ് സമയം എഴുന്നേറ്റിരുന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹ് യാ റഹ്മാനു യാ റഹീമു യാ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട്, ഒരുപാട് ആവലാദികളുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ സങ്കടങ്ങള്, എന്റെ ദുഃഖങ്ങള്, എന്റെ പ്രയാസങ്ങള് എല്ലാം നീ മാറ്റണേ അല്ലാഹ് എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് നിറകണ്ണുകളോടെ ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവേ, ജീവിതത്തിൽ എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും, എത്ര വലിയ കുറ്റം ചെയ്തവനാണെങ്കിലും അല്ലാഹുവിന്റെ മാലാഖമാരോട് അല്ലാഹ് പറയുന്നൊരു വാക്കുണ്ട്, മലക്കുകളെ നിങ്ങൾ കണ്ടോ, നിങ്ങൾ കണ്ടോ എന്റെ അടിമ ഈ സമയത്ത് എഴുന്നേറ്റിരുന്നു കൊണ്ട് അവന്റെ പ്രയാസങ്ങള്, അവന്റെ സങ്കടങ്ങള്, അവന്റെ ദുഃഖങ്ങള് അവൻ എന്നോട് ചോദിക്കുന്ന കണ്ടോ. അതുകൊണ്ട് ഞാൻ റഹീമല്ലേ, ഞാൻ റഹ്മാനല്ലേ, എങ്ങനാ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാൻ റഹ്മാനല്ലേ, ഞാൻ റഹീമല്ലേ, എങ്ങനാണ് കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കുക? അതുകൊണ്ട് ഞാൻ അവന്റെ പ്രയാസം മാറ്റുകയാണ്, ഞാൻ അവന്റെ സങ്കടം മാറ്റുകയാണ്, ഞാൻ അവന്റെ ദുഃഖം മാറ്റുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കരുണ ലഭിക്കണോ? ആ ഒരു സമയത്തൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് നിറഞ്ഞ മനസ്സോടെ നിങ്ങളൊന്ന് കരയാ മനസ്സ് കാണിച്ച അൽഹംദുലില്ലാഹ്, അതൊരു വല്ലാത്ത ഒരു സന്തോഷമാ. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ വഴികളിലൂടെ, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിലൂടെ കടന്നു പോകാൻ അതിനേക്കാ സന്തോഷമൊന്നുമില്ല. ആ ഒരു സമയത്തിരുന്നിട്ട് കരയുന്നു, അല്ലാഹ് നീ എന്നെ തട്ടല്ല റബ്ബേ, എന്റെ പ്രയാസങ്ങളെ കാണാതിരിക്കല്ല അല്ലാഹ്, എന്റെ മക്കളുടെ അവസ്ഥ കാണാതിരിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, അവര് അനാഥ മക്കളാണ്, അവരെ നീ രക്ഷിക്കണേ അല്ലാഹ്. അള്ളാഹിനോട് ഏത് വലിയ സങ്കടമാണെങ്കിലും, ഏത് വലിയ പ്രയാസമാണെങ്കിലും ആ ഒരു ടൈമിൽ, ആ ഒരു 5 മിനിറ്റ്, ആ സമയം നമ്മളൊന്ന് കരഞ്ഞാൽ അതിനേക്കാൾ സന്തോഷം നമുക്കൊന്നുമില്ല. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് കരച്ചിൽ. അള്ളാഹ് നമുക്കിന്നി കരച്ചിൽ വന്നിട്ടില്ല, നമുക്കിന്നി സങ്കടം വന്നിട്ടില്ല, നമുക്കിന്നി വിഷമം വന്നിട്ടില്ല. എന്നാലും പെങ്ങളെ, നമ്മളൊന്ന് അഭിനയിക്കാനെങ്കിലും പഠിക്കുമോ? കരച്ചിൽ വരുന്നത് പോലെ, കരയുന്നത് പോലെ, പടച്ച തമ്പുരാന്റെ മുമ്പില് കണ്ണുനീര് വീഴുന്നത് പോലെ ഇരിക്കാൻ പറ്റോ? അതൊരത്ഭുതമാണ്, അത് ഒരു അത്ഭുതങ്ങളുടെ കലവറയാൻ, സന്തോഷത്തിന്റെ വഴിയാ, ആനന്ദത്തിന്റെ വഴിയാണ്. മഹാനായ ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രങ്ങൾ കേൾക്കാത്തവരില്ല. മഹാനുഭാവൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിരുന്നത് ആ ഒരു സമയത്താണ്. പിന്നീട് എപ്പോഴും അറിയോ കരയാറുള്ളത്? ഞങ്ങളുടെ ഉമ്മ മരിച്ചപ്പോ, നിങ്ങളുടെ വാപ്പ മരിച്ചപ്പോ, നിങ്ങളുടെ സഹോദരങ്ങൾ മരിച്ചപ്പോ, നിങ്ങളുടെ കൂട്ടുകാര് മരിച്ചപ്പോ ഒരു തുള്ളി കണ്ണുനീര്
ഞങ്ങളുടെ കണ്ണുകളിലൂടെ വീണ് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു, അല്ലാഹുവേ നീ അവനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാ, സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ, അവന്റെ ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ, കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ. പടച്ചോനെ അവൻ ചെന്ന് കൊടുക്കാനുള്ള സ്ഥലം നീ വിശാലാക്കണം. ഒരാൾ നമ്മുടെ നാട്ടിൽ മരിച്ചു, ആണായാലും പെണ്ണായാലും അവിടെ നിന്ന് മരിച്ചാൽ നമുക്ക് അവരോട് നമുക്കൊരു നല്ലൊരു കടപ്പാട്, അല്ലാഹുവേ അവർക്ക് വേണ്ടി ഒന്ന് കരയാം, അവരുടെ സങ്കടങ്ങൾ മാറാൻ, അവരുടെ വിഷമങ്ങളും അല്ലാഹു നമ്മളോട് കരുണ ചെയ്യുമെന്ന. നമ്മളങ്ങനെ കരഞ്ഞാൽ അല്ലാഹുവേ നാളെ നമ്മൾ മരിക്കുന്ന ഒരു സമയം വരും പെങ്ങളെ, അന്ന് മറ്റുള്ളവർ നമുക്ക് വേണ്ടി അവര് കരയും, മറ്റുള്ളവർ നമുക്ക് വേണ്ടി സങ്കടപ്പെടും. അല്ലാ, അവൾ ഇന്നലെ വരെ ദുനിയാവിന്റെ പുറത്തിരുന്നവളാണ്, അവര് സന്തോഷിച്ചവളാ. അതുകൊണ്ട് മാലിക്കുൽ മുലൂക്കായ അല്ലാ, അവളെ പാപങ്ങളെല്ലാം നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാ. സഹോദരങ്ങളെ, ഒരു വേള അവിടെ നിന്നൊരു വയോവൃദ്ധയായ ഒരു ഉമ്മ ലോകത്തോട് വിട പറയുകയാണ്. പക്ഷേ അന്ന് ആ ഉമ്മ വിട പറയുമ്പോ എല്ലാവരും വലിയ കരച്ചിലാണ്, സങ്കടത്തിലാണ്, ദുഃഖത്തിലാ. എല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, വിഷമത്തിലിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് വിഷമത്തിന്റെ ദുഃഖത്തിന്റെ അവസ്ഥയിൽ ഇരിക്കുന്ന ആ ഒരു സമയത്ത് അല്ലാഹുവേ എന്തോ ഒരു അത്ഭുതമാണ്. ആ ഉമ്മ ഒരുപാട് നിസ്കരിച്ചിരുന്നില്ല, ഒരുപാട് നോമ്പ് നോറ്റിയിരുന്നില്ല, ഒരുപാട് നന്മകളൊന്നും ഒരുപാട് സ്വതക്കയൊന്നും ആ ഉമ്മ ചെയ്തിരുന്നിട്ടില്ല. പക്ഷേ അല്ലാഹുവേ നാട്ടിൽ ഒരാള് മരിച്ചാൽ ആ മരണപ്പെട്ട ആൾക്ക് വേണ്ടി ആ പെണ്ണ് ദുആ ചെയ്യുമായിരുന്നു, ആ ഉമ്മ ദുആരക്കുമായിരുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ, അല്ലാഹുവേ നമ്മളെ കൂടെ നടന്നിരുന്ന പെണ്ണാ, അവക്ക് നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആരക്കുമ്പോ അല്ലാഹുവേ ആര് മരിച്ചാലും അവിടെല്ലാം കടന്നു പോയിട്ട് മരണപ്പെട്ട് കിടക്കുന്ന ആളിന് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു, കണ്ണു നിറയുമായിരുന്നു. ആര് മരിച്ചാൽ ഈ ഉമ്മ കടന്നു പോകും, കടന്നുപോയിട്ട് ആ മരണപ്പെട്ട് കിടക്കുന്ന ആൾക്ക് വേണ്ടി ദുആ ചെയ്യും. നമ്മളാണെങ്കിൽ അടേ ഞാൻ വരുന്നില്ലടേ, എനിക്ക് സുഖമില്ല, ഞാൻ അങ്ങോട്ട് ആ വഴിക്കേയില്ല, നീ പോയിട്ടോ. ശരി, നിങ്ങൾ പോണ്ട, പോകാൻ വേണ്ടി പറയണില്ല. എന്നാലും ഒരാള് മരിച്ചെന്ന് കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിന്റെ ആയത്ത് ഓതിയാൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അതൊരാണാണ് എന്നുണ്ടെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അതല്ല പെണ്ണാണെങ്കിലോ, അതല്ല പെണ്ണാണെന്നുണ്ടെങ്കിലോ അവിടുന്ന് ചെയ്യാനുള്ളത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ. ഇങ്ങനെ നിങ്ങളുടെ ഖൽബ് കുളിയല്ല, നിങ്ങളുടെ കണ്ണു നിറഞ്ഞ് നിങ്ങൾ ദുആരങ്ങ, വിട പറഞ്ഞവർക്ക് വേണ്ടി, ഖബറിൽ പോയവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹുവേ പടച്ചവനെ കരുണക്കടലായ റബ്ബേ, അങ്ങനെ നിങ്ങൾ ദുആ ചെയ്താ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ അല്ലാഹു നിങ്ങളുടെ മനസ്സ് കുളിർപ്പിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്താൽ അല്ലാഹു തആല നിങ്ങളുടെ മനസ്സിനെ കുളിർപ്പിച്ചു തരും. അതിനാണ് അതിന്റെ വഴികളിലൂടെ കടക്കാൻ പറഞ്ഞത്, ആ ഒരു സന്തോഷത്തിലൂടെ പോകാൻ പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ പുറത്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആരക്കുമ്പോ അല്ലാഹു നമ്മുടെ കാര്യം എളുപ്പമാക്കി തരുമെന്നാ. ചില സമയത്തുള്ള കണ്ണീരിന് വലിയ വിലയാണ്. ആ കണ്ണീര്
ഒന്നാമത്തെ കണ്ണീര് നമ്മുടെ സങ്കടങ്ങൾ അള്ളാഹിനോട് പറയുമ്പോൾ ആ കണ്ണീരിന് അള്ളാഹു നല്ല മഹത്വം തരും. രണ്ടാമത്തത് വളഞ്ഞിട്ടുകൊണ്ട് ആളുകൾ ആക്രമിക്കാൻ ഒരുപാട് ശത്രുക്കളുണ്ട്. എന്നാൽ ആ ടൈമിലും ദ്വാരക്കണം, അല്ലാ നീ അവരെ നീ പരാജയപ്പെടുത്തണേ അല്ലാ എന്ന് പറഞ്ഞ റബ്ബിലേക്ക് അങ്ങ് കരമുയർത്തിയ അല്ലാഹു നിങ്ങളെ കൈവിടൂല്ല, അല്ലാഹു നിങ്ങളെ കൈയൊഴിയൂല്ല. നല്ല മനസ്സോടെ അല്ലാഹുവിലേക്കൊന്ന് കരമുയർത്തിയാൽ അല്ലാഹു നമ്മളെ കൈയൊഴിയില്ല, അല്ലാഹു നമ്മളെ കൈവിടിയില്ല. രണ്ടാമത്തതോ എപ്പോഴും ശല്യം ചെയ്യുകയാണ് ആളുകൾ. ഏത് വഴിക്ക് പോയാലും എങ്ങനെ പോയാലും മാനസികമായും ശാരീരികമായിട്ടും മനുഷ്യന്മാരെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്. അങ്ങനെ ഉപദ്രവിച്ച ആ സമയത്തും നിങ്ങൾ ദുആ ചെയ്യുമോ? ആ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരാജയം എവിടെയെന്നറിയോ? ഒരു മനുഷ്യന്റെ പരാജയം എവിടെന്നറിയോ? അവന്റെ കുടുംബത്തിലാണെങ്കിലും അവന്റെ പ്രിയപ്പെട്ടവരാണെങ്കിലും അല്ലാഹുവേ മാനസികമായിട്ട് മനുഷ്യന്മാരെ തളർത്തുന്നവര് വന്നാൽ അതല്ലേ തൊട്ടടുത്ത് നടന്നത്. മാനസികമായി തളർത്തിയാൽ ആർക്കാണ് വെറുപ്പ് വരാത്തത്? ആർക്കാണ് വേദന വരാത്തത്? ആർക്കാണ് സങ്കടം വരാത്തത്? ആർക്കാണ് ദുഃഖം വരാത്തത്? മനുഷ്യന്മാരെങ്ങനാണ് മാനസികമായി തളർത്തുന്ന ചില ആളുകൾ, അതവർക്കൊരു സന്തോഷമാണ്. ഇല്ലാത്തതും ഉള്ളതുമെല്ലാം വിളിച്ചിങ്ങനെ പറയാണ്, ഒന്നും അറിഞ്ഞിട്ടുണ്ടാകില്ല. എന്നാലും മനുഷ്യന്മാരിങ്ങനെ കുത്തി നോവിക്കുന്ന സ്വഭാവത്തിന്റെ ആളുകളായിട്ട് കടന്നു വരുന്നവരാ. എന്നാൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് വെറുതുള്ളി കണ്ണുനീര് വീണ അല്ലാഹു നിങ്ങളെ വിടൂല്ല. അല്ലാഹു ആരാണോ അങ്ങനെ ചെയ്തത് അവരുടെ കണ്ണുനീരിന് അല്ലാഹു ഒരിക്കലും മാറ്റൂല, ഒരിക്കലും മാറ്റൂല. അത് 100% ഉറപ്പാണ്. എന്നാൽ നന്നാകാം മാനസികമായി. അല്ലാഹുവേ ഇനി ഒരാളെയും ഞാൻ ഇനി കുറ്റപ്പെടുത്തൂല, ഇനി ഒരാളെയും ഞാൻ ആക്ഷേപിക്കൂല, ഇനി ഒരാളെയും ഞാൻ കളിയാക്കൂല. ഒരു മനുഷ്യന്റെയും വേവലാതി അല്ലാഹുവേ ഞാൻ എടുത്തു പറയൂല. അല്ലാ മനുഷ്യന്മാര് സഹിക്കുന്നതിനൊക്കെ പരിധിയുണ്ടല്ലോ, അതുകൊണ്ട് ഒന്നിനും ഞാനില്ല അല്ലാ എന്ന് പറഞ്ഞിട്ട് അടങ്ങിയിരിക്കുന്ന അവരാണ് വിജയിക്കുന്നവരല്ലാത്തവരോ അവർക്കെല്ലാം നഷ്ടമാകും, എല്ലാം പരാജയത്തിലാകും, എല്ലാം സങ്കടത്തിലാകും. അതുകൊണ്ട് ഞാനും നിങ്ങളും ഇനിയായാലും മനസ്സുകൊണ്ട് നല്ല തീരുമാനമെടുത്താ ഇനിയും നമ്മൾ വിജയിക്കും, ഇനിയും നമ്മൾ ഉന്നതങ്ങളിലേക്ക് എത്തും. ഇല്ലെങ്കിലോ ഫഖദ് ഖസറ ഖുസ്റാനാ, നമ്മളെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. തെറ്റുകൾ സംഭവിച്ചു പോകുന്നത് അറിഞ്ഞുകൊണ്ട് അതുപോലെ അറിയാതെ അങ്ങനെ പല രീതിയിലും പല പല തെറ്റുകളും നമുക്ക് സംഭവിച്ചു പോയേക്കാം. എന്നാൽ അതിനൊക്കെ പരിഹാരമാണ് അത്തൗബത്തൻ നസുഹാ. അല്ലാഹുവേ പടച്ച തമ്പുരാനിലേക്ക് കരയുമ്പോ അല്ലാഹുവിലേക്ക് ചോദിക്കുമ്പോ ഏത് തെറ്റാണോ നമ്മൾ ചെയ്തത് ആ തെറ്റ് തന്നെ റബ്ബിന്റെ മുമ്പിൽ അങ്ങ് എടുത്തു വെക്കണം. എടുത്തു വെച്ചിട്ട് പറയണം, അല്ലാ ഇന്ന തെറ്റാണ് ഞാൻ ചെയ്തത് റബ്ബേ. ആ ചെയ്ത ആ തെറ്റ് റബ്ബിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയണം, അല്ലാ ഇന്ന തെറ്റാണ് ഞാൻ ചെയ്തത്, ഇന്ന കുറ്റാണ് ഞാൻ ചെയ്തത്. അത് റബ്ബിലേക്ക് അങ്ങ് എടുത്തു പറഞ്ഞിട്ട് അല്ലാഹുവേ നീ എനിക്ക് തൗബ തരണേ അല്ലാ. പടച്ച റബ്ബേ ജീവിതത്തിൽ നമ്മൾ ഏത് മേഖലയിൽ പോയാലും നമ്മൾ രക്ഷപ്പെടാത്തതിന്റെ മർമ്മപ്രധാനമായ കാര്യമറിയുമോ? ഏതെല്ലാം വടികളിലൂടെ പരക്കം പാഞ്ഞാലും പ്രവാസ ലോകത്ത് പോയാലും നാട്ടിൽ കച്ചവടം ചെയ്താലും ഏത് മേഖലകളിൽ പോയാലും നമുക്ക് സങ്കടങ്ങളാണ്, നമുക്ക് കണ്ണീരുകളാണ്, വിഷമങ്ങളാണ്. എന്തേ കാരണമെന്നറിയോ? നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അല്ലാ എന്ന് പറഞ്ഞ റബ്ബിലേക്ക് നമ്മൾ തൗബ ചെയ്താൽ തൗബയ്ക്ക് മണിക്കൂറെന്നില്ല, സെക്കൻഡുകളെന്നില്ല, ഇന്ന ദിവസമെന്നില്ല. എപ്പോഴാണോ റബ്ബിനോട് ചോദിക്കാൻ പറ്റുന്നത് ആ സമയത്ത് നിറഞ്ഞ മനസ്സോട് നിഷ്കളങ്കമായ മനസ്സോട് ചോദിച്ചാൽ
അൽഹംദുലില്ലാഹ്, അല്ലാഹു അത് സ്വീകരിച്ച ജീവിതത്തിന്റെ പ്രയാസങ്ങള്, ജീവിതത്തിന്റെ സങ്കടങ്ങള്, ജീവിതത്തിന്റെ ദുഃഖങ്ങളെല്ലാം അല്ലാഹു മാറ്റുമെന്ന് പഠിപ്പിച്ചത് ആരെന്നറിയോ? ഒരിക്കലും കളവ് പറയാത്ത ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിലേക്ക് നമ്മൾ ചോദിക്കാം, അള്ളാഹുവിലേക്ക് നല്ല മനസ്സോട് കൂടിയിട്ട് നമ്മൾ ചോദിക്കാം. എന്നാൽ അള്ളാഹു നമ്മളെ തട്ടിക്കളയില്ല, അള്ളാഹു നമ്മളെ പാഴാക്കൂല, അള്ളാഹു നമ്മളെ പരാജയപ്പെടുത്തൂല, അള്ളാഹു നമ്മളെ സങ്കടത്തിന്റെ വഴികളിലൂടെ അള്ളാഹു നമ്മളെ പറഞ്ഞു വിടൂല. അതേ സമയത്ത് മറിച്ച് അള്ളാഹു നമുക്ക് വന്നുപോയ സങ്കടം ഏതാണോ ആ സങ്കടത്തെ അള്ളാഹു മാറ്റിത്തരുമെന്നാണ്. നമുക്ക് വന്നുപോയ ആ ഒരു സങ്കടം ഏതാണോ ആ സങ്കടത്തെ അള്ളാഹു മാറ്റുന്ന. പക്ഷേ നമ്മൾ ഒറ്റ ഡിമാൻഡുള്ള അള്ളാഹിനോട് ചോദിക്കാം. നല്ല മനസ്സോടെ അള്ളാഹുവിലേക്ക് ചോദിക്കുമ്പോ അള്ളാഹു നമ്മളെ തട്ടിക്കളയില്ല. ഏതൊരുത്തനാണ് അള്ളാഹുവിലേക്ക് നിറഞ്ഞ കരങ്ങളോടെ കണ്ണുനീരോടെ അള്ളാഹുവേ നീ എന്നെ സ്വീകരിക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ദുആരക്കുന്നവരാരാണ്? അങ്ങനെ ദുആ ചെയ്യുന്നവരെ അള്ളാഹുവിന് പെരുത്തിഷ്ടമാ. അവരുടെ സങ്കടങ്ങള്, അവരുടെ കണ്ണീരുകള്, അവരുടെ ദുഃഖങ്ങളെല്ലാം അല്ലാഹു തആല മാറ്റിക്കൊടുക്കുമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ ഇന്നൊരുപാട് വൃത്തികേടിന്റെ അധപ്പതനത്തിന്റെ കടാവിളക്കിന്റെ ചവിട്ടുകൊട്ടയിലൂടെ മനുഷ്യന്മാര് കടക്കുമ്പോ അവിടെയൊക്കെ നമുക്ക് വിജയിക്കാം, അവിടെയൊക്കെ നമുക്ക് രക്ഷപ്പെടാം. അല്ലാഹുവേ, നമ്മുടെ ജീവിതമാണോ, നമ്മുടെ സങ്കടമാണോ, നമ്മുടെ പ്രയാസമാണോ, അതേതെന്നായാലും അല്ലാഹു നമ്മളെ പരാജയപ്പെടുത്തൂല്ല, അല്ലാഹു നമ്മളെ സങ്കടപ്പെടുത്തൂല്ല, അല്ലാഹു നമ്മളെ വിഷമത്തിലാക്കൂല്ല. മറിച്ചോ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റുമെന്ന് പറയുമ്പോ അല്ലാഹുവേ, പരിശുദ്ധമായ മജ്‌ലിസിൽ സംഗമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, നല്ല മനസ്സ് കൊടുക്കാൻ പറ്റോ? ഒരൽപ്പമൊന്ന് കരഞ്ഞാൽ ആ കരയുന്ന കണ്ണീരിന് പകരം അല്ലാഹു തരുന്നത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങളാണ്, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സന്തോഷങ്ങളാണ്, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആനുകൂല്യങ്ങളാണ്. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ, നല്ല മനസ്സോടെ, നല്ല നീയത്തോടെ അല്ലാഹുവിലേക്ക് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമ്മളെ തട്ടിക്കളയില്ല. സ്വർഗം അല്ലാഹു നമുക്ക് ഓഫർ തരികയാണ്, സ്വർഗം അല്ലാഹു നമുക്ക് ഓഫർ തരികയാണ്. ആ ഒരു സന്തോഷത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ വഴിയിലൂടെ കടക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഈമാനിന്റെ മാധുര്യത്തിന്റെ വഴികളിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത്. അല്ലാഹുവേ, നീ വല്ലാത്ത പൊരുത്തപ്പെടുന്നവനാണ്, നീ റാഹിമാ. അതുകൊണ്ട് അല്ലാ, നിന്റെ കരുണയ്ക്കായി, നിന്റെ റഹ്മത്തിനായി ഞങ്ങൾ ചോദിക്കുന്നു അല്ലാ. ഞങ്ങളുടെ മജ്‌ലിസിൽ കടന്നിരിക്കുന്നവർ ഒരുപാട് സങ്കടമുള്ളവരാണ്, ഒരുപാട് പ്രയാസമുള്ളവരാണ്, ഒരുപാട് ദുഃഖമുള്ളവരാണ്. അല്ലാഹുവേ, പലരും പല പല രോഗങ്ങൾ കൊണ്ട് വലയുന്നവരാ. വീടിന്റെ പണി പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ, വീടിന്റെ പണി പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ സങ്കടത്തിൽ കിടക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, നീ അവരുടെ എല്ലാ സങ്കടങ്ങളും മാറ്റണേ അല്ലാ. ഏതൊന്നൊരാൾ റബ്ബ് റഹീമിനോട് ചോദിച്ചു വേദന തന്ന സുബ്ഹാനോട്, അൽഹംദുലില്ലാഹ് ഖൽബകം കുളിർപ്പിക്കണേ, മരണത്തിന് മുമ്പ് ഞങ്ങളെ കാത്തിടണേ, അറിവിന്റെ ബിന്ദു എപ്പോഴും ലഭിക്കൂല, അജബുള്ള കാര്യം എപ്പോഴാ നൽകൂല.
അതുകൊണ്ട് അല്ലാഹു നമുക്ക് തന്ന സൗഭാഗ്യത്തിന്റെ വഴികളിലൂടെ നമ്മൾ കടക്കുമ്പോൾ എന്റെ പ്രിയമുള്ള മുഅ്മിനേ, ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രിയപ്പെട്ട സ്വഹാബിമാരോട് ഒരു വേള വിളിച്ചിട്ട് പറയാണ്, സ്വഹാബാ, അല്ലാഹു തന്ന സന്തോഷം, അല്ലാഹു തന്ന ആനുകൂല്യം അത് നിങ്ങളുടെ നാവാണ്, നിങ്ങളുടെ ഖൽബാ. നിങ്ങളുടെ ഏത് വലിയ പ്രയാസവും ഏത് വലിയ ദുഃഖവും മാറ്റാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് എപ്പോഴും തൗബയോടെ സന്തോഷത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകാം. നിങ്ങൾ പരിശ്രമിച്ചാ, നിങ്ങൾ തൗബ ചെയ്താ, അൽഹംദുലില്ലാഹ് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടാത്ത പ്രതിഫലം അല്ലാഹു തരുന്നതാണ് സഹാബാ.